ഐതിഹ്യം മഹാദേവനെയും സതീദേവിയും സ്ഥലത്ത് എത്തിയപ്പോൾ ദക്ഷൻ മഹാദേവനെ അപമാനിക്കുന്നത് സതീദേവി. ഇന്നലെ നമ്മള് കൊട്ടിയൂര് പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് പോകുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാനും പിന്നെ വേറെ എവിടേക്കോ പോകുന്നുണ്ട്. ഇന്നലെ നടന്ന് മടുത്തു. കാലിനൊക്കെ ഇപ്പൊ ഒരു വേദനയൊക്കെ ഉണ്ട്. പിന്നെ ഉറക്കം കൊള്ളായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. മാറാവോ? ഇതായിരുന്നു ഞങ്ങളുടെ റൂം കേട്ടോ. ഒന്നുകൂടെ ഉള്ളു. വേനച്ച് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകും. അപ്പം ഇന്നും ഞങ്ങള് വെളുപ്പിന് എണ്ണിച്ചിട്ടുണ്ട്. 5:30 ആയപ്പോ. കാരണം 6:15 ആവുമ്പം വണ്ടിയുടെ അങ്ങോട്ടേക്ക് പോകണം. വണ്ടി ഇഷ്ടപ്പെട്ടിട്ടില്ല. വണ്ടി ഒരുമാതിരി ഇടുങ്ങിയതാ. ട്രാവലറാണ്. അതുകൊണ്ട് വണ്ടി കയറാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല. ഉറങ്ങാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് പൊക്കം ഇല്ലാത്തതുകൊണ്ട് കാല് താഴെ മുട്ടത്തില്ല. ഇങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ട്. അമ്മയ്ക്കും ഇഷ്യൂസ് തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഇവിടെ പറയണ്ട. ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂർക്കൊക്കെ വരുന്നത്. പിന്നെ കോഴിക്കോട് കണ്ടു. ഇവരുടെ സ്ലാങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. അപ്പം ഇന്നത്തെയൊക്കെ കാണിക്കാം കേട്ടോ. ബൈ ബൈ. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൃദംഗ ശൈലേശ്വരാണ്. ഇത് ദേവിയുടെ അമ്പലമാണ്. ഇത് കാട്ടിക്കൂടൊക്കെ ഞങ്ങൾ പോകണം. കണ്ട രസമില്ലേ കാണാന്? നമ്മളങ്ങോട്ടാ പോകുന്നത് മൃദംഗ ശൈലേശ്വരി. കണ്ണൂരിലെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രമാണിത്. പണ്ടൊരിക്കൽ സ്വർഗത്തിൽ നിന്ന് മൃദംഗം ഇവിടെ വന്ന് വീണുവെന്നും അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മൃദംഗശൈലം എന്ന പേര് ലഭിച്ചതുമെന്നാണ് ഐതിഹ്യം. പിന്നീട് ഇവിടെ ദേവി പ്രത്യക്ഷപ്പെട്ട് മൃദംഗ ശൈലേശ്വരിയെ ആരാധിക്കപ്പെടാൻ തുടങ്ങി. വിദ്യയുടെയും സംഗീതത്തിന്റെയും ദേവിയായതിനാൽ നിരവധി ഭക്തർ ഇവിടെ എത്തുന്നു. കഥകളിയുടെ വളർച്ചയുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ടെന്നും പ്രശസ്ത കഥകൾ ഇവിടെ വെച്ചാണ് രചിക്കപ്പെട്ടതെന്നും വിശ്വസിക്കുന്നു. പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ എന്റെ നെഞ്ചു പൊട്ടി പാടണ തോറ്റം പാട്ട് നിന്റെയുള്ള മലിയണയതു കേട്ട് എന്റെ പൊന്നു മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ മുൻപിൽ എന്നും നീനൂട്ട്. ഞങ്ങള് പറശ്ശിനിക്കടവും കയറി. ഇനി അടുത്ത സ്ഥലത്ത് പോവാണ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്റെ ഫോളോവറിനെ കണ്ട് ഫോളോവർ എനിക്ക് വാങ്ങി തന്നെയാണ് കഴിച്ചത്. ഒരു വേറെന്തോ സാധനം ഉണ്ട്, കാണിക്കാം കേട്ടോ. ഫോളോവർ മേടിച്ചു തന്ന സന്തോഷായി. എനിക്ക് സന്തോഷായി. ചേട്ടനാണോ എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് എനിക്ക് ഫോളോവർ മേടിച്ചു തന്ന സാധനം. ആദ്യമായിട്ടാണ് എനിക്ക് ഫോളോവർ. ശ്രീകൃഷ്ണന്റെ അമ്പലമാണ്. അതായത് നമ്മളിപ്പോ സുബ്രഹ്മണ്യന്റെ അമ്പലത്തിലാണ് വന്നത്. അതിന്റെ അടുത്ത് തന്നെയാണ് ശ്രീകൃഷ്ണന്റെ ഈ അമ്പലം. ഇവിടെ നിന്ന് പാൽപ്പായസം കിട്ടി, കഞ്ഞി കിട്ടി, പയറ് കിട്ടി. നമുക്കിത് കുടിക്കാൻ ഞങ്ങളുടെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞു. മറ്റേ പറശ്ശിനിക്കടവിൽ വന്നപ്പോ കോഴിക്കോട് നിന്ന് 2-3 പിള്ളേരെ കിട്ടി. അവരെന്നെ ഐഡന്റിഫൈ ചെയ്തു. ഞാൻ യൂട്യൂബർ അല്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ എനിക്ക് ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു. പോകുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ഉണ്ടോന്ന് ഉണ്ടെങ്കിൽ കാട്ടാം. പണ്ട് ഈ കടലെന്നൊക്കെ ചേർക്കുമ്പോ ഭയങ്കര വികാരമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. കടലിൽ നിൽക്കുമ്പോ അത്ര വികാരം.
ഇപ്പോൾ സമയം വെളുപ്പിനെ 3:15 ഞങ്ങളിപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെ ഞങ്ങളുടെ തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണ് കാണാൻ മേല. ഇനി നേരെ കിടക്കണം. ഇത് മാത്രമേ ഉള്ളൂ. മടുത്തില്ലേ? ടൂറല്ല, ജസ്റ്റ് അമ്പലത്തിലേക്കൊക്കെ വിസിറ്റ് ചെയ്യാം. അമ്പലത്തിൽ പോയതിൻ്റെയൊക്കെ നല്ല ഹാപ്പി ഉണ്ട്. പോണം എന്നാഗ്രഹമുള്ള സ്ഥലമായിരുന്നു പറശ്ശിനിക്കട. അപ്പൊ അതൊക്കെ പോയി കണ്ടപ്പോഴത്തേനും സന്തോഷമുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. Bye.